കമലേച്ചി, കമലേച്ചി. അയ്യോ, അവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് ഇന്നല്ലേ? വാതിൽ തുറന്നിട്ട് തന്നെയാണുള്ളത്. നീ അകത്തോട്ട് കേറി വന്നീലോ. ആ, ചേച്ചി ഇവിടെ പാത്രം കഴിയാണോ? മണി 11 ചേച്ചിക്ക് ഇതുവരെയും പാത്രം കഴുകി കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ നേരത്തെയും കാലത്തെയും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഏടും പോകാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പതിയെ ജോലി ചെയ്യുന്നു, അത്രയുള്ളൂ. അല്ല, പുറത്ത് ഇത്രയും ഒച്ചപ്പാടും ബഹളൊക്കെ നടക്കുമല്ലേ? അപ്പൊ നിങ്ങൾ അകത്ത് എന്താ എടുക്കുവാന്ന് ഞാൻ വിചാരിക്കായിരുന്നു. ഒച്ചപ്പാടും ബഹളോ? ഞാനൊന്നും കേട്ടില്ലല്ലോ. എന്താ വിഷയം? ആ, അതന്നെയാ ഞാൻ വിചാരിച്ചേ. നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഞാൻ വിചാരിച്ചേ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. നിങ്ങൾ മാത്രം അവിടെ ഇപ്പൊ ഇല്ലാത്തുള്ളത്, ബാക്കി എല്ലാരും അവിടെ കൂടിയിരിക്കല്ലേ. അതിന് മാത്രം ഇപ്പൊ അവിടെ എന്താ നടന്നേ? അത് പിന്നെ നമ്മുടെ സൈനാത്തല്ലേ, സൈനാത്താവും സൈനാത്താന്റെ മരിയോള് കതീഷും കൂട്ടിട്ട് പൊരിഞ്ഞടി അവിടെ. ഇത്രയും വലിയ പ്രശ്നം നടക്കാൻ അവിടെ എന്താ സംഭവിച്ചേ? അത് പിന്നെ ഇല്ലേ, മരിയോള് പാത്രം കഴിക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടേ ആ അമ്മായി ഉണ്ടല്ലോ പാത്രം ഒക്കെ ഇട്ടെറിഞ്ഞ് പൊട്ടിച്ചെന്നാ കേട്ടെ. വാ വാ, നമുക്കേ അപ്പുറത്ത് പോയിരുന്ന് സംസാരിക്കാം. എന്നിട്ട് എന്തായി? കതീഷ് മിണ്ടാണ്ടിരുന്ന? കതീഷിനെ നമുക്ക് അറിയാവുന്നതല്ലേ, അവള് വിട്ടുകൊടുക്കോ? അവളും തുടങ്ങി കടുത്ത പോരോട് പോരാ. അല്ല, നീ ഇതൊക്കെ എങ്ങനെയാ കണ്ടത്? ഞാനേ മോനെയും മോളെയും സ്കൂളിലേക്ക് അയച്ചിട്ടേ പുറത്തിരിക്കായിരുന്നേ. അപ്പൊ ആ വീട്ടിൽ നിന്ന് വലിയ ഒച്ചപ്പാടും ബഹളൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കിയതാ. അപ്പോഴുണ്ടല്ലോ ഇവര് രണ്ടുപേരും പൊരിഞ്ഞാടി. ഷെടാ, നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ വരട്ടെയില്ലേ അവിടെ നിന്ന് നോക്കാൻ? ഞാനെത്ര വിളിച്ചതാണെന്നറിയോ? കമലേച്ചി കമലേച്ചിന്ന് കുറേ വിളിച്ച്, നിങ്ങൾക്ക് കേൾക്കണ്ടേ? ആ, ഞാനിവിടെ അടുക്കളയിലിരിക്കുവായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാത്തതാ. നീ ഒന്നും കേട്ടതല്ലേ? അവിടെ എന്താ നടന്നേ? അത് പിന്നല്ലേ മെരിയോളോട് അമ്മായി പറഞ്ഞേ നീ പാത്രം കഴുകുന്നു. അപ്പൊ ഈ മേരിയോളുണ്ടല്ലോ അവളെനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാ ഞാൻ കേട്ടത്. അവൾ അങ്ങനെ പറഞ്ഞു അമ്മയോട്? അവൾക്ക് എന്തായിരുന്നു പാത്രം കഴുകിയാല്? അവൾ ഈ 10 മണിക്കൊക്കെ എഴുന്നേറ്റ് വരുന്നല്ലേ. അപ്പൊ അവൾ വിചാരിച്ചിട്ടുണ്ടാവും അമ്മായിയൊക്കെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവള് രാവിലെ എണീക്കുന്നില്ലേ? 10 മണിക്ക് അവൾ എണീക്കുന്നേ? ആ, എന്നെ കണ്ടിട്ടാകുമ്പോ ഒരു ദിവസം സൈനാത്ത പറഞ്ഞിന് അവള് രാവിലെ ഒന്നും എണീക്കുന്നില്ല, 10 മണിയാവുന്ന എണീക്കുമ്പോ ഈ മക്കളെ സ്കൂളിലേക്കൊക്കെ അയക്കുന്നത് സൈനാത്താന്ന്. നമ്മളൊക്കെ അങ്ങനെയായിരുന്ന? നമ്മൾ രാവിലെ എണീക്കാറില്ലേ? നമ്മൾ രാവിലെ എണീച്ചിട്ട് എല്ലാ ജോലിയും കഴിയുന്നില്ലേ അമ്മായി എണീക്കുന്ന സമയത്ത്? ആ, അതെ അതെ, നമ്മുടെ അമ്മായിമാർക്ക് എല്ലാ ജോലിയും ചെയ്തു കൊടുക്കായിരുന്നു. എന്നിട്ട് വല്ല കാര്യം ഉണ്ടാകുന്ന? നമ്മളെ കുറ്റം പറയല്ലേ അവർക്ക് നേരം. അല്ല കമലേച്ചി, നിങ്ങൾ അമ്മായി എവിടെ പോയി? ആ തള്ളിന്നില്ല, അവരുടെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ, ചുമ്മാണ്ടല്ല, ഞാൻ വന്നപാടേ വിചാരിക്കുന്നു എന്തപ്പാ ഇന്ന് ഈ വീട്ടിൽ ജോലിയൊന്നും നേരത്തെ കഴിയാണ്ടെന്ന്. വെറുതെയാ, അമ്മായിമ്മ ഇല്ലാത്തത് കൊണ്ട് സുഖിച്ചിരിക്കുവായിരുന്നല്ലേ. ആ മതി മതി, നീ എന്നെ നോക്കാൻ നിൽക്കണ്ട, നീ വന്ന കാര്യം പറ. എന്നിട്ടില്ലേ സൈനാത്താവും കതീഷും ഭയങ്കര പൊരിഞ്ഞ അടിയോടടി. എന്നിട്ട് രണ്ടുപേരും ലാസ്റ്റ് കരഞ്ഞു. അയ്യോ, കരഞ്ഞോ? അതുവരെ എത്തിയ കാര്യങ്ങള്? എന്നിട്ട് ഈ കതീഷ് ഉണ്ടല്ലോ അവളെ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ ഇനി വീട്ടിലേക്ക് കാലെടുത്ത് കുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പെട്ടും കടുക്കൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അയ്യോ, അവളുടെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയാ? അപ്പൊ ഇനി അവൾ വരില്ലേ? അവൾ എന്താ പറഞ്ഞ തിരിച്ചു വരുമെന്ന് പറഞ്ഞാ? അവള് പറയുന്നത് കേട്ടിട്ടേ എനിക്കിനി അവള് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമെന്നേ തോന്നുന്നില്ല. ഈ സൈനത്ത് എന്ത് പണിയാ കാണിച്ചേ? നല്ല മെരിയോളായിരുന്നു സൈനത്തൊക്കെ കിട്ടിയത്. അവളെ വെച്ചിട്ടേ നന്നായി പോവായിരുന്നില്ലേ? അത് ശരിയാ ചേച്ചി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. അവൾ മറ്റുള്ളവരെ പോലെ ചുമ്മാതിയാവുന്നത്. അവൾ വരുന്ന സമയത്ത് 50 പവനും പിന്നെ ഫ്രിഡ്ജും കാറും ഒക്കെ കൊണ്ടുവന്നില്ലേ? അയ്യോ പാവം നമ്മളെ കതീഷു. നിങ്ങൾ പാവെന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? ആ അമ്മായിയും അങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത്. അവളെ മൂദേവിയെ പോലെയല്ലേ കാണുന്നത്. അത് നീ പറഞ്ഞത് ശരിയാ. വെറുതെ ഇപ്പൊ ഞാനിവിടെ TV കണ്ടോണ്ടിരുന്നതുകൊണ്ട് പുറത്ത് നടക്കുന്ന ഒരു കാര്യം അറിഞ്ഞില്ല. അല്ലെങ്കിൽ അവരുടെ അടിപിടിയൊക്കെ നേരെ കാണായിരുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഇനി പുറത്തെന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലേ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കോണോ, എന്നിട്ട് നോക്കിയാലേ നല്ല ഷോ കാണാലോ. അതെ അതെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് വിളിക്കണം കേട്ടോ, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. എന്നാ ശരി ചേച്ചി, ഞാനെന്നാ പോട്ടെ. ശരി ശരി, എനിക്ക് കുറച്ച് പണിയുണ്ട്. അല്ല ചേച്ചി ഇന്ന് എന്താ കറി വെച്ചേ? ഇപ്പൊ കോഴിക്കൊക്കെ വില കുറവല്ലേ, അതുകൊണ്ട് ഏട്ടൻ ഇന്നലെ കോഴി കൊണ്ടുവന്നു. ഞാൻ പിന്നെ അതന്നെ വെച്ച് ഇന്നലെ വെച്ച് ഇനിയിപ്പോ ഇന്നുച്ചക്കേക്കും അത് തന്നെ മതി. ഓ അതെയോ, എന്റെ വീട്ടിലെ പരിപ്പ് കറിയോ? ചേച്ചി എനിക്ക് ഇത്തിരി ചിക്കൻ കറി തരുമോ? അയ്യോ, ഇവളോട് ചിക്കൻ കറിയാണെന്ന് പറഞ്ഞും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ, കുറച്ചല്ല കറിയുള്ളത്. എടി അത് പിന്നെ എനിക്ക് തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇപ്പൊ കുറച്ചാ കറിയുള്ളത്. അതാണല്ലേ വൈകുന്നേരം വന്ന് കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ ഇന്നലെ വെച്ചതുകൊണ്ടേ ഇപ്പൊ കുറച്ചേ കറിയുള്ളൂ. ശരി ചേച്ചി, എന്നാ കുറച്ച് ചിക്കൻ കറി കിട്ടിയിരുന്നെങ്കിലേ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. സാരില്ല, പോട്ടെ. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത്ര നേരം വായി കളിച്ചത് വെറുതെ ആയി. ഇവിടെ വരുന്ന സമയത്ത് അപ്പുറത്തെ ലതേച്ചിന്റെ വീട്ടിൽ പോയിട്ട് കഥ പറഞ്ഞിരുന്നാലേ ലതേച്ചി എന്തെങ്കിലും തരുമായിരുന്നു. ഇതിപ്പോ വെറുതെ ആയി. ഇനി നാളെ എന്തെങ്കിലും ചോദിച്ചോണ്ട് വരട്ടെ, അപ്പൊ ഞാൻ പറയുന്നു കാണിച്ചു കൊടുക്ക ഇതളക്ക്. ഓൾ ഇത്തിരി കഥ പറഞ്ഞാലേ ഞാൻ അവൾക്ക് കറി കൊടുക്കുമെന്ന് അവൾ വിചാരിച്ചിരിക്കും. ഇപ്പൊ പണി ഉണ്ടാവും കേട്ടോ.